ഒരു എവർഗ്രീൻ സ്റ്റൈലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബോർഡർ പാറ്റേൺ ആൻഡ് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ഡിസൈൻ ആണ്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പെയിൻറ്റഡ് ആണെന്ന് തോന്നുന്ന ലുക്കിലാണ് വന്നിരിക്കുന്നത്. ഭയങ്കര നീറ്റ് ഫിനിഷിങ്ങിൽ നല്ല ഡെലിക്കേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ലുക്കാണ്. കമ്പ്യൂട്ടറൈസ് മെഷീൻ എംബ്രോയിഡറിയിലാണ് ചെയ്തേക്കുന്നത്. പവർലൂമിൽ ചെയ്തേക്കുന്ന ലിനൻ ഫിനിഷിൽ വന്നിരിക്കുന്ന സാരി. ആൻഡ് ഇത് സിൽവർ ജെറി ബോർഡറും വരുന്നുണ്ട്. അതിനകത്ത് എവർഗ്രീനകത്ത് വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് കേട്ടോ. അതിനകത്ത് one is the color combination. It's an absolutely stunning combination. ഒരു റെഡ് മെറൂൺ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. സിൽവർ സെറി ബോർഡർ വരുന്നുണ്ട്. ആൻഡ് ദ ബോർഡർ പാറ്റേൺ വിത്ത് ദറ്റ് സ്കാറ്റേഡ് ഫ്ലവേഴ്സ്, ഇതൊക്കെ നമുക്ക് സ്ട്രെൻഡ് ഔട്ട് ആവാതെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ലുക്കിൽ നമ്മളൊരു 5 കളർ കോമ്പിനേഷൻസ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എല്ലാം കാണാനായിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ മതി. www.aham.store. RP385 എന്ന കോഡിലാണ് കേട്ടോ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 1999 റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനകത്ത് ബ്ലൗസും വരുന്നുണ്ട്. ബ്ലൗസിൻ്റെ അകത്ത് വർക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ സ്കാറ്റേഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന അതേ പാറ്റേൺ തന്നെ ബ്ലൗസിലും സ്കാറ്റേഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസിൻ്റെ കൂടെയും ഈസി ആയിട്ട് പെയർ ചെയ്യാം കേട്ടോ. യു ക്യാൻ പെയർ വിത്ത് റെഡ്, മറൂൺ, ഗ്രീൻ, ഒലിവ് ഷെയ്ഡ്സിൽ വരുന്നതും പിന്നെ ആ ഒരു വൈറ്റ് ടോൺസിൽ തന്നെ വന്നിരിക്കുന്ന അതിപ്പോൾ വൈറ്റ് നമുക്ക് ഇതിനകത്ത് വിത്ത് ബ്ലൗസ് വരുന്നുമുണ്ട്. അപ്പോൾ ഇതേപോലത്തെ കോമ്പിനേഷൻസ് ഒക്കെ ഇതിനകത്ത് വർക്കാവും. ഇതിൻ്റെ ഇനി നമുക്ക് ഇതിൻ്റെ കളർ ഓപ്ഷൻസ് വരുന്നതിനകത്ത് ബ്ലൂ, യെല്ലോ ആൻഡ് ദെൻ വി ഹാവ് 2 shades ഓഫ് പിങ്ക്. അപ്പോൾ ഇതെല്ലാം നല്ല രസമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാം ചെക്കൗട്ട് ചെയ്യുക. എല്ലാത്തിൻ്റെയും ഡ്രേപ്ഡ് പിക്ചേഴ്സ് നമ്മുടെ വെബ്സൈറ്റിൽ കാണാനായിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ലിനൻ ബേസ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന സാരി നല്ലൊരു റേഞ്ചും ആണ്. പ്രൈസ് റേഞ്ച് ഇസ് ഓൾസോ റിയലി ഗുഡ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ക്ലോസ് ഫാമിലി ഇവൻറ്റ്സിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് പെയർ ചെയ്യാം. ചർച്ച് വെയറിന് ഇസ് ആക്ച്വലി റിയലി ഗുഡ് ഓപ്ഷൻ. വെരി കംഫർട്ടബിൾ. ലിനൻ ലുക്കിലാണ്, ലിനൻ്റെ ഒരു ഫിനിഷിംഗ് ആണ്. അപ്പോൾ യു ക്യാൻ കംഫർട്ടബിളി വെയർ ഇറ്റ് ആസ് വെൽ. നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഡിസൈനർ ബ്ലൗസസ്, ബഡ്ജറ്റ് റേഞ്ചിൽ ഡിസൈനർ ബ്ലൗസസ് നല്ല സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള സാരീസിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു എന്താ പറയുക, ഒരു സ്റ്റൈലിഷ് ലുക്ക് കിട്ടുകയും ചെയ്യും. ആൻഡ് ഇറ്റ്സ് നോട്ട് ഓവർ യുവർ ബഡ്ജറ്റ്. സാരിയും ബ്ലൗസും എല്ലാം നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ആഡ് ഓൺ ആയിട്ട് നമ്മൾ ബ്ലൗസസും ഇതേപോലെ ഒരുപാട് സാരീസിനകത്ത് നമ്മൾ മാക്സിമം ആഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും ബ്ലൗസസും ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ സാരിയുടെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാണാം. കാന്ത വീവിങ് സ്റ്റൈലിൽ ഒരു ചെസ് ബോർഡ് പാറ്റേൺ പോലത്തെ ഉള്ള ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. സിൽവറി വൈറ്റ് യാൺസ് യൂസ് ചെയ്തിട്ട് ചെയ്തേക്കുന്ന പാറ്റേൺ ആണ്. ആൻഡ് സാരി ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു പാറ്റേൺ ഓൾ ഓവർ ദ സാരി റൺ ചെയ്യുന്നത് കാരണം നമുക്ക് തീരെ ഒരു എംപ്റ്റി ഫീൽ വരത്തുമില്ല. ആൻഡ് അത് അത്രയും എലഗൻ്റ് ആയിട്ടുമാണ് നിൽക്കുന്നത്. ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു പൗഡർ പിങ്ക് അല്ലെങ്കിൽ ഒരു റോസ്, ഇംഗ്ലീഷ് റോസ് അങ്ങനത്തെ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. സട്ടിൽ ടോണാണ്. ഇതെല്ലാവർക്കും ക്യാരി ചെയ്യാം. ഇറ്റ്സ് ട്രെൻഡി ഇനഫ് ആൻഡ് ഇറ്റ്സ് സട്ടിൽ ഇനഫ്. എല്ലാ രീതിയിലും നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. ഇതിനകത്ത് ഇനി ഒരു 2 കളേഴ്സ് കൂടെ വരുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. 1099 റേഞ്ചിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. DLS 202 എന്ന കോഡിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൗസും കൂടി നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. ബ്ലൗസ് മെറ്റീരിയൽ ആയിരിക്കും വിത്ത് എംബ്രോയിഡറി. 2 സ്ലീവിലും എംബ്രോയിഡറി, ഈ ഒരു സെയിം എംബ്രോയിഡറി വരുന്നുണ്ട്. ആൻഡ് ഫ്രണ്ട് നമ്മുടെ ഷോൾഡറിലും ആയിട്ട് നെക്ക് ലൈനിൻ്റെ ഫ്രണ്ടിലും ആയിട്ടാണ് ഈ ഒരു എംബ്രോയിഡറി ഡിസൈനിനകത്ത് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡഡ് ഫ്ലോറൽ വിത്ത് ഓഫ് വൈറ്റ് ആൻഡ് ബ്രൗൺ ബ്രാഞ്ചസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പിങ്കിൽ ഷെയ്ഡിങ്ങും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാനും പറ്റും കേട്ടോ, പിങ്കിനകത്ത് തന്നെ വരുന്ന ഷെയ്ഡ്സിനകത്ത്. And then we have the next shade. It's an olive green tone. It's a beautiful olive green tone. ആ ഒരു സിൽവറി വൈറ്റ് യാൻസിനെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പല്ലു സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടാണ് വരുന്നത്. ഗോൾഡൻ ല്യൂറക്സ് യാൻസിൻ്റെ കെസിയ വീവിങ് പാറ്റേൺ. ആൻഡ് ബ്ലൗസ് വന്നിരിക്കുന്നത് റണ്ണിങ്ങിൽ തന്നെയാണ് കേട്ടോ. പ്ലെയിൻ ആയിട്ട് ബ്ലൗസ് വരുന്നുണ്ട്. ഇതിനകത്ത് വിത്ത് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ്. ഇതാണ് എൻ്റെ വേറെയുമ്പോൾ ഒരു ലുക്ക്. നമുക്കിതെല്ലാം അവൈലബിൾ ആയിരിക്കും നമ്മുടെ വെബ്സൈറ്റിൽ. ഡ്രേപ്ഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഇത് നമുക്ക് ഉടുക്കാൻ വളരെയധികം സുഖമുള്ള സാരിയാണ് കേട്ടോ. നമുക്ക് തീരെ ഒരു സ്റ്റാർച്ച് ലെവൽ ചെയ്തിട്ട് നമുക്കിപ്പോൾ ഒരു മീഡിയം സ്റ്റാർച്ച് വേണമെന്ന് പറഞ്ഞിട്ട് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത്. ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഫ്യൂ വാഷസിന് നല്ലത്. സോ ദിസ് ഇസ് ദി നെക്സ്റ്റ് വൺ. ഇറ്റ്സ് എ ക്ലൗഡ് ഗ്രേ ഷെയ്ഡ്. ഇതാണ് എൻ്റെ ലുക്ക്. നമുക്ക് വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാൻ കേട്ടോ. നല്ല ഭംഗിയുള്ള കളറാണ്. എല്ലാം നല്ല രസമുള്ള ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ബൾക്ക് ഓർഡേഴ്സ് ചെയ്യണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ ടീമിനെ കോൺടാക്ട് ചെയ്താൽ മതി. ടൈം ഫ്രെയിമും നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസും ഒക്കെ, എത്രയാണ് ക്വാണ്ടിറ്റി, എത്ര ടൈമിനകത്ത് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽസൊക്കെ അവരോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ.
അപ്പോൾ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. DLS 202. നല്ല രസമുള്ള ഭഗൽപൂരി ലിനൻ ബേസിൽ വന്നിരിക്കുന്ന സാരീസാണ്. ലൈറ്റ് വെയ്റ്റ് സാരീസാണ്, ഡ്രേപ്പ് ചെയ്യാൻ ഈസിയുമാണ്. ടസർ ഫിനിഷ് സാരി, ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതും കംഫർട്ടബിൾ ആയിട്ടുള്ള ലുക്കിൽ. അതിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ഇസ് റിയലി പ്രിറ്റി. ആൻറ്റി ഗോൾഡ് സെറിയും ഒരു ബ്ലാക്ക് ഒക്കെ ചേർന്ന് വരുമ്പോഴത്തേക്ക് നല്ലൊരു ഡാർക്ക് ടോണിൽ വന്നിരിക്കുന്ന സിൽവർ സെറിയുടെ കൂടെ മിക്സ്ഡ് ലുക്കാണ്. 2 പ്ലൈ, നമ്മൾ കാഞ്ചീപുരത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് 2 പ്ലൈ എന്ന് പറയാം. അപ്പോൾ 2 സെറിയുടെ കളറ് മിക്സ്ഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈവൻ ഒരു സിംഗിൾ ഷെയ്ഡിലുള്ള മൾട്ടി സെറി ലുക്കൊക്കെ കൊടുത്തിട്ട് നമ്മൾ ആ ബ്ലൗസിനെ വർക്ക് ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ പോലും നമുക്കൊരു ഒക്കേഷണൽ വെയറിനും നല്ല ഗ്രാൻഡായിട്ട് കൊടുക്കാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. ബോഡി ഫുള്ളായിട്ട് ഒരു ഗോൾഡിൻ്റെയും ഈ ഒരു ആൻറ്റി ഗോൾഡിൻ്റെയും സെറിയുടെയും ബ്ലാക്ക് ചേർന്നിട്ട് നല്ല ഭംഗിയായിട്ട് പെട്ടെന്ന് തന്നെ ഒരു ബ്ലാക്ക് മെറ്റീരിയലിൻ്റെ ഒരു സിൽവർ ഷെയ്ഡിലെ അതുപോലത്തെ ഉള്ള ഒരു ടോൺ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആൻഡ് മംഗൾഗിരി ബോർഡറിൻ്റെ ഒരു പാറ്റേണിലാണ് ഈ ഒരു ലുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ബോഡി ഒരു ടസറിൻ്റെ ഫിനിഷും. അപ്പോൾ ഇത് നമുക്ക് ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ആൻഡ് അപ്പോൾ നമുക്ക് ഈ ഒരു മെറ്റാലിക് ഷീൻ വരുന്നുണ്ടല്ലോ, ടസറിൻ്റെ പോലത്തെ ഒരു ഫിനിഷാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് വാഷൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനകത്ത് ആ ഒരു ലുക്ക് കുറച്ച് പതുക്കെ അങ്ങ് ഫെയ്ഡ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോഴത്തേക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കളർ ബ്ലീഡിങ് ഒന്നും ഇല്ലാണ്ട് യൂസ് ചെയ്യാനായിട്ട് ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. ആൻഡ് ബ്ലൗസിനാണെങ്കിൽ തന്നെ വന്നിക്കാണ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. കോൺട്രാസ്റ്റ് ബ്ലൗസസിൻ്റെ കൂടെ ഇപ്പോൾ ഇതേപോലെ ഞാൻ വെയർ ചെയ്തേക്കുന്ന പോലത്തെ വർക്ക്ഡ് ആയിട്ടുള്ള ബ്ലൗസസിൻ്റെ കൂടെ വെയർ ചെയ്യാൻ ആക്ച്വലി നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ അത് ഗോൾഡൻ ടോണിൽ വേണമെങ്കിലും ചെയ്യാം. നമ്മളുടെ സ്കിൻ ടോണിന് സിൽവർ ഷെയ്ഡ് ചേരുന്നു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിൽവർ ചേർന്നിട്ട് ചെയ്ത്, സിൽവർ മാത്രമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതിനകത്ത് പിന്നെ ഞാൻ ചിലപ്പോഴൊക്കെ ഡ്രസ്സസ് ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസിനോട് അടുത്ത് നമ്മുടെ സ്കിൻ ടോണിന് ഏതാണോ ചേരുന്നത് അത് വർക്ക് ചെയ്താൽ മതി. അപ്പോൾ കുറച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു നമ്മളിപ്പോൾ ഇവിടെ ഇപ്പം കസ്റ്റമൈസ് ചെയ്യാൻ വരുവാണെങ്കിൽ പോലും ഡിസൈനേഴ്സിൻ്റെ അടുത്ത് ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് അതിനെപ്പറ്റി നമ്മളെപ്പോഴും അങ്ങനെ ആലോചിക്കുമ്പോഴേ അതിനെപ്പറ്റിയുള്ള ഐഡിയാസൊക്കെ വരാൻ ചാൻസസ് ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കളർ വേരിയേഷൻസ് നമുക്കൊന്ന് നോക്കാം. പല്ലു സിമ്പിളായിട്ട് സീക്വൻസ് വീവിങ് പാറ്റേണിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. റെഡ് ഷെയ്ഡാണ്. റെഡിനകത്തും ഇതേ പാറ്റേൺസ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ബ്ലൗസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോർഡർ പാറ്റേൺ ബോഡി പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആണ് അതിൻ്റെ റെഡിൻ്റെ ലുക്ക് വരുന്നത്. സെയിം കളർ ഇടുമ്പോഴത്തേക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കളേഴ്സ് ഒരിടത്തും ബ്ലോക്ക് ആവാതിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ടോൾ ഫീല് വെയർ ചെയ്യാൻ പറ്റും. തിൻ ബോർഡർ ആയതുകൊണ്ട് അപ്പം എൻ്റെ ഒരു ഹൈറ്റ് ആണെങ്കിലും നമുക്ക് ഒരു ഷോർട്ടർ ഫീലിംഗ് ഒന്നും ഇല്ലാണ്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. പ്ലീറ്റ്സ് പെട്ടെന്ന് കിട്ടുന്ന സാരിയാണ് കേട്ടോ. എളുപ്പത്തിന് പ്ലീറ്റ് എടുക്കാൻ പറ്റും നമുക്ക്, ഈസിയാണ്. അത് ഒതുങ്ങി കിടക്കുന്ന പ്ലീറ്റ്സ് കിട്ടുന്ന ടൈപ്പ് ആണ്. അതിൻ്റെ ഈസി ആയിട്ട് പ്ലീറ്റ് എടുക്കാം. ദാറ്റ് വാസ് റെഡ്. റെഡ് എന്ന് പറയുമ്പോൾ ചെറിയൊരു പിങ്ക് ടോൺ ചേർന്നിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡാണ്. ദെൻ വി ഹാവ് എ ബ്ലൂ, സ്കൈ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ലുക്സിനകത്ത് സ്കൈ ബ്ലൂ ഞാൻ നമ്മളെ കണക്ഷനില്ല, പക്ഷേ നല്ല രസമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സിൽവർ ഇതിനകത്ത് കുറച്ചും കൂടി മാർജ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിലാണ് വന്നിരിക്കുന്നത്. സോഫ്റ്റ് സാരിയാണ്, ഭയങ്കര ലൈറ്റ് വെയ്റ്റ്. ആൻഡ് ലാസ്റ്റ് മോഫ് ഷെയ്ഡ്. അപ്പോൾ ഇതിനകത്ത് 2 ലൈറ്റ് ഷെയ്ഡും 2 ഡാർക്ക് ടോണും. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. സ്റ്റൈലായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കളറാണിത്. ഇതാണ് എൻ്റെ ലുക്ക് വരുന്നത്. ലാസ്റ്റ് ഒരു അണിയൻ പിങ്കിൻ്റെയും മോവിൻ്റെയും ബിറ്റ്വീനായിട്ട് വന്നിരിക്കുന്ന ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ 2 ലൈറ്റ് ഷെയ്ഡ്സും 2 ഡാർക്ക് ടോൺസിലുമാണ് വന്നിരിക്കുന്നത്. SK എന്ന കോഡിലാണ്, SK 281 എന്ന കോഡിലാണ് വന്നിരിക്കുന്നത്. 1599 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്.